Good morning. Today we can discuss scope of management accounting. അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്സ് ഫോർ ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഡാറ്റ. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അങ്ങനെ അതിനുള്ള ടെക്നിക്സാണ് ഇതിലുള്ളത്. ഓക്കെ, സോ ദിസ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് റിയലിസ്റ്റിക് അപ്രോച്ച് ടു future course of action. So the main aim is to help the management in its functions. അതായത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലാനിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എക്സെട്ര. അപ്പോൾ ഈ മാനേജീരിയൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് റിലേറ്റഡ് ടു എ നമ്പർ ഓഫ് ഫീൽഡ്. അതായത് ഈ 7th ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അക്കൗണ്ടൻസ് അത് നടന്ന സമയത്ത് ദ മെയിൻ എംഫസൈസ് വാസ് ഓൺ കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്ററി കൺട്രോൾ, മെറ്റീരിയൽ കൺട്രോൾ, ഇൻറ്ററിം റിപ്പോർട്ട് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് എക്കണോമിക്കൽ അക്കൗണ്ടിങ് സിസ്റ്റം, സ്പെഷ്യൽ കോസ്റ്റ് ആൻഡ് എക്കണോമിക് സ്റ്റഡീസ് ആൻഡ് അസിസ്റ്റിംഗ് മാനേജ്മെൻറ്റ് ഇൻ ഇൻറ്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ. അപ്പോൾ നമുക്ക് നോക്കാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതുകൊണ്ട് എന്താണെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ് ഫോംസ് ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വൈഡ് ആൻഡ് ബ്രോഡ് ബേസ്ഡ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമൊക്കെയാണ് എന്നുള്ളത്, ഏതൊക്കെ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. സോ അണ്ടർ ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് ഡീൽസ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അതായത് ഇപ്പോൾ കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകർ ചെയ്ത കോസ്റ്റ് എത്രയാണോ അതാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഹിസ്റ്ററിയാണ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദ റെക്കോർഡഡ് ഫാക്ട്സ് അബൌട്ട് ആൻ ഓർഗനൈസേഷൻ ആർ യൂസ്ഫുൾ ഫോർ പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് റിലേറ്റ്സ് ടു ഫ്യൂച്ചർ നമ്മൾ പഠിച്ചത്. അതായത് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എല്ലാ ടെക്നിക്സും വരുന്നത്. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, അതായത് ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചുകൊണ്ട് റെക്കോർഡഡ് ഫാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദോ പ്ലാനിങ് ഇസ് ഓൾവേസ് ഫോർ ദ ഫ്യൂച്ചർ ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ. അതേപോലെ തന്നെ ദ കൺട്രോൾ ആസ്പെക്ട് ടു ഇസ് ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ ഡാറ്റ. അതായത് ഇത്ര കോസ്റ്റ് വന്നത് കൂടുതലാണ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് കുറയ്ക്കാനുള്ള മെഷേഴ്സ് എടുക്കും. സോ ദ കൺട്രോൾ ആസ്പെക്ട് ഇസ് ഓൾസോ ബേസ്ഡ് ഓൺ ദിസ് ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ. So the performance appraisal is based on the recorded facts and figures. So management accounting is closely related to financial accounting എന്ന് പറയാം. മനസ്സിലായല്ലോ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ആണെങ്കിൽ കൂടി ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെ ഉപകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ പ്ലാനിങ് ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. ഓക്കെ, then second one is cost accounting. Another field of activity included in management accounting is cost accounting. Cost accounting എന്താണെന്ന് നിങ്ങൾക്കറിയാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് വേരിയസ് ടെക്നിക്സ് ഫോർ ഡിറ്റർമിനിങ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് ഓർ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ്. അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് യൂസസ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ ഫൈൻഡിങ് ഔട്ട് കോസ്റ്റ് ഓഫ് വേരിയസ് ജോബ്സ്, products or processes. So the system of standard costing, marginal costing, differential costing and opportunity costing, ഇതെല്ലാം ഏതിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആർ ഓഫ് ഹെൽപ്ഫുൾ ടു ദി മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ് വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ, ഈ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെയാണ് ഏതിനെ സഹായിക്കുന്നതെന്ന് പറയുന്നത്, ഹെൽപ്ഫുൾ ടു ദ മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ് വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസ്. മനസ്സിലായല്ലോ? അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് വേരിയസ് ടെക്നിക്സ് ലൈക്ക് ഏതൊക്കെയാണ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അനാലിസിസ് എക്സെട്ര വിച്ച് പ്ലേ എ യൂസ്ഫുൾ റോൾ ഇൻ ദി ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ബിസിനസ് അണ്ടർടേക്കിങ്സ്. ഓക്കെ, വേറൊരു ഫീൽഡ് വരുന്നത് ഏതാണ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്.
ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ബഡ്ജറ്റിംഗ് മീൻസ് എക്സ്പ്രസിങ് ദ പ്ലാൻസ്, പോളിസീസ് ആൻഡ് ഗോൾസ് ഓഫ് ദി എൻ്റർപ്രൈസ് ഫോർ എ ഡെഫിനിറ്റ് പീരിയഡ് ഇൻ ഫ്യൂച്ചർ. അപ്പം ദ ടാർഗറ്റ്സ് ആർ സെറ്റ് ഫോർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ്ഡ് ഫോർ അച്ചീവിങ് ദീസ് ടാർഗറ്റ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര ടാർഗറ്റ് ഉണ്ട് എന്നുള്ളത് ആദ്യം തീരുമാനിക്കും, ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ ടാർഗറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ്ഡ്. ഓക്കെ, സോ ദ കമ്പാരിസൺ ഓഫ് actual performance with budgeted figures will give an idea to the management about the performance of different departments. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്, അതായത് ആക്ച്വൽ പെർഫോമൻസും ഈ ബഡ്ജറ്റഡ് ഫിഗേഴ്സും വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് വിൽ ഗെറ്റ് എൻ ഐഡിയ, അതായത് എന്താണ് വേരിയൻസസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ പ്രിഡിക്ഷൻ ഓഫ് വാട്ട് വിൽ ഹാപ്പൻ ആസ് എ റിസൾട്ട് ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ്. ഓക്കെ, അപ്പോൾ ഫോർകാസ്റ്റിംഗ് ഇസ് എ ജഡ്ജ്മെൻറ്റ്, വെറാസ് ബഡ്ജറ്റിംഗ് ഇസ് എൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ രണ്ട് കേസിലും ബോത്ത് budgeting and forecasting are useful for management accountant in planning various activities. Okay, അതാണ് ബഡ്ജറ്റിംഗ്. ആൻഡ് ദിസ് ഇസ് അനദർ ഏരിയ വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. അതായത് കോസ്റ്റ് കൺട്രോൾ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് കൺട്രോളാണ്. അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്കിപ്പം ഒന്നുകിൽ എത്രയാണ് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും, ആക്ച്വൽ കോസ്റ്റ് ഇസ് കമ്പയർഡ് വിത്ത് ദ ബഡ്ജറ്റഡ് ഫിഗേഴ്സ് ആൻഡ് വേരിയൻസസ് ആർ അനലൈസ്ഡ്. അങ്ങനെയൊക്കെയാണല്ലോ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ഇറ്റ് ഈസ് ഡൺ ബൈ കമ്പയറിങ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് ദ ബഡ്ജറ്റഡ് സ്റ്റാൻഡേർഡ്സ് and analysis of variances, and this variances are reported to the management. അപ്പോൾ ഈ കോസ്റ്റ് കൺട്രോളിനും വേണ്ടിയിട്ട് ഏതൊക്കെ ടെക്നിക്സാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇൻവെൻറ്ററി കൺട്രോൾ എക്സെട്ര ആർ യൂസ്ഡ്. ക്ലിയർ ആണോ? അപ്പോൾ കൺട്രോൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ്സ് ആർ നീഡഡ് ടു യൂസ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ എ മോസ്റ്റ് എക്കണോമിക്കൽ way. Then next one is reporting. അതായത് റിപ്പോർട്ടിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇസ് ടു കീപ് ദ മാനേജ്മെൻറ്റ് ഇൻഫോംഡ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ കൺസേൺ സോ ആസ് ടു അസിസ്റ്റ് ഇൻ ഇറ്റ് കൺട്രോളിങ് ദ എൻ്റർപ്രൈസ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. എന്താ ചെയ്യുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക റിഗാർഡിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ദി എൻ്റർപ്രൈസ് ആൻഡ് സബ്മിറ്റ് ദ സെയിം ടു ദി മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം ഈ റിപ്പോർട്ട്സ് ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഗ്രാഫ്സ്, ഡയഗ്രാംസ്, ഇൻഡെക്സ് നമ്പേഴ്സ് ഓർ അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് സോ ആസ് ടു മേക്ക് ദം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. അപ്പം മാനേജ്മെൻറ്റിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ഈ റിപ്പോർട്ട്സിനെ മാറ്റണം. ഒന്നുകിൽ ചിലപ്പം ഗ്രാഫായിട്ടായിരിക്കാം പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയഗ്രാംസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സെൻഡ് ഇൻറ്ററിം റിപ്പോർട്ട് ടു ദ മാനേജ്മെൻറ്റ് ആൻഡ് ദീസ് റിപ്പോർട്ട്സ് മേ ബി മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി എക്സെട്ര. അപ്പോൾ ദ റിപ്പോർട്ട് മേ കവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, cash flow statement, fund flow statement, stock reports, absentee reports and reports on orders in hand etc. But these reports are helpful in giving a constant review of working of the enterprise. അപ്പോൾ റിപ്പോർട്ടിംഗ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇസ് റിക്വയർഡ് ടു സബ്മിറ്റ്സ് റിപ്പോർട്ട്സ് ടു മാനേജ്മെൻറ്റ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദി അണ്ടർടേക്കിംഗ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെവറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആർ യൂസ്ഡ്, okay, in order to make the information more sensible. Then next is tax accounting. Tax accounting എന്ന് പറഞ്ഞാൽ in the present complex tax systems, tax planning is important part of management accounting. അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് ടാക്സ് ലയബിലിറ്റീസ് ആർ കാൽക്കുലേറ്റഡ്. അപ്പം മാനേജ്മെൻറ്റ് ഇസ് ഇൻഫോംഡ് അബൌട്ട് ദ ടാക്സ് ബേർഡൻ ഫ്രം സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റി. അപ്പോൾ ഈ വേരിയസ് tax returns are to be filed with different departments and tax payments are to be made
ഇൻ ടൈം. അപ്പോൾ എങ്ങനെ ടാക്സ് പ്ലാനിങ് നടത്തണം അല്ലെങ്കിൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ടാക്സ് അക്കൗണ്ടിങ് കംസ് അണ്ടർ ദ purview ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഡ്യൂട്ടീസ്. Okay, so it is an integral part of management accounting and it includes preparation of income statement, determination of taxable income and filing up the return of income statement. Okay, then next one is ഏതാ വരുന്നത്, ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ് ദ ഇൻറ്റേർണൽ കൺട്രോൾ മെത്തേഡ്സ് ലൈക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ്, എഫിഷ്യൻ്റ് ഓഫീസ് മാനേജ്മെൻറ്റ് എക്സെട്ര. അത് നിങ്ങൾ ടെക്സ്റ്റിൽ ലാസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ടു ജഡ്ജ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലും അതിൻ്റെയൊക്കെ അരിത്മെറ്റിക്കൽ ആക്യുറസി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും അതൊക്കെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അങ്ങനെ, അതായത് ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്നത് വേറൊരാൾ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള, മനസ്സിലായല്ലോ. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം ഇസ് നെസസറി ടു ജഡ്ജ് ദ പെർഫോമൻസ് ഓഫ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്. സോ ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഇസ് കമ്പയർഡ് വിത്ത് ദ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇസ് ഏബിൾ ടു നോ ദ ഡീവിയേഷൻസ് ഇൻ പെർഫോമൻസ്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അനദർ വൺ ഇസ് നിങ്ങളുടെ ടെക്സ്റ്റിലെ 5th പോയിൻറ്റ്, ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമായിട്ട് വരുന്നത് അതാണ്, ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. കിട്ടിയിരിക്കുന്ന ഫിനാൻഷ്യൽ ഡാറ്റ ഇൻറ്റർപ്രറ്റ് ചെയ്യുക ആൻഡ് അഡ്വൈസ് ദ മാനേജ്മെൻറ്റ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഹി ഇൻറ്റർപ്രറ്റ് വേരിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവ് എൻ ഐഡിയ അബൌട്ട് ദ ഫിനാൻഷ്യൽ ആൻഡ് ഏർണിംഗ് പൊസിഷൻ ഓഫ് ദി കൺസേൺ. So these statements may be studied in comparison to statements of earlier periods. ഒന്നുകിൽ ഏർലിയർ പീരിയഡ്സിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യാം, ഓർ ഇൻ കമ്പാരിസൺ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് സിമിലർ അതർ കൺസേൺസ്. ഇങ്ങനെ ഇൻട്രാഫേം കമ്പാരിസൺ ആൻഡ് ഇൻറ്റർഫേം കമ്പാരിസൺ എന്ന് പറയാം. ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എവിടേക്കാണ് മാറ്റങ്ങൾ വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് റിപ്പോർട്ട് ഇസ് എക്സ്പ്ലെയിൻ ടു മാനേജ്മെൻറ്റ് ഇൻ എ സിമ്പിൾ ലാംഗ്വേജ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് പ്രോപ്പർലി ഇൻറ്റർപ്രറ്റഡ് then wrong conclusion may be drawn. So the interpretation എന്ന് പറയുന്നത് എന്താണ്? It is as important as compiling of financial statements. Okay, then next is so these are the എന്താ പറയുക different fields included in the scope of management. So next we can see what are the objectives of management accounting. അതായത് ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ടു എനേബിൾ മാനേജ്മെൻറ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ് ഓർ മിനിമൈസ് ലോസസ്. അതാണ് മെയിൻ ഒബ്ജക്റ്റ്. അതാണല്ലോ ഒരു ബിസിനസ്, അതൊരു പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ മെയിൻ എയിം എന്താ? പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ്, ലോസ് കുറച്ചുകൊണ്ട്. സോ ദിസ് ഇസ് ഡൺ ത്രൂ ദ പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് മാനേജ്മെൻറ്റ് ഇസ് ഏബിൾ ടു ടേക്ക് correct policy decisions. So the important objectives of management accounting are എന്തൊക്കെയാണ്? First one, planning. First one, it uses the information. അതായത് primary functions of management എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It uses of information. അതായത് it presents accounting information in a form that enables the management, investors and creditors to realize the financial സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഈ കൂട്ടർക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താക്കുക എന്നുള്ളതാണ്, ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇസ് പോളിസി പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇസ് ടു ബി ഡൺ. സോ ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഎഫക്റ്റീവ് പ്ലാനിങ്. സോ ഈ കോസ്റ്റിംഗ്, അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സപ്ലൈ നെസസറി ഡാറ്റ ടു ദ മാനേജ്മെൻറ്റ് ഫോർ ഫോർമുലേറ്റിംഗ്
പ്ലാൻസ്. മനസ്സിലായല്ലോ? അപ്പം പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിലേറ്റ്സ് ടു ഫ്യൂച്ചർ, ഡിസിഷൻ മേക്കിംഗ് ഫോർ ഫ്യൂച്ചറാണ് നമുക്കറിയാം. സോ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഫോർകാസ്റ്റിംഗ്, സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഡിസൈഡിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് prepares statements of past results and gives estimations for the future. അതേപോലെ തന്നെ he gives his assessment of various facets and gives his preference for a particular alternatives. മനസ്സിലായല്ലോ? അപ്പം മെയിൻ ഒബ്ജക്റ്റീവ് അതാ വരുന്നത്, ഹെൽപ്സ് ഇൻ ഇൻ്റർപ്രിറ്റിംഗ് ദ ഫിനാൻഷ്യൽ, അതായത് പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. Then next one is to assist in controlling the various activities. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു അതാണ് എന്ത് വരുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിവൈസസ് ലൈക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, ഓൾ ദീസ് ആർ ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിങ് ദ പെർഫോമൻസ്. നമ്മൾ പറഞ്ഞു ആദ്യം ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും, ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യും, ഇത് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ദ വർക്ക് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആൻഡ് സെപ്പറേറ്റ് ഗോൾസ് ആർ സെറ്റ് ഫോർ ഈച്ച് യൂണിറ്റ്. അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് ഗോൾസ് വെക്കുക ചെയ്യാം. ഇനി ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഇറ്റ് ഈസ് മെയ്ഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ. The required authority for getting the work done is also delegated to the concerned person. എന്നിട്ട് ഈ ആക്ച്വൽ റിസൾട്ട്സ് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് എ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇറ്റ് ഈസ് ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ഡീവിയേഷൻസ് ആൻഡ് ടേക്ക് നെസസറി കറക്റ്റീവ് മെഷേഴ്സ്. ഓക്കെ, സോ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് act as a coordinating link between different departments, and he also monitors their performance to the top management. A management is able to control the performance of each and every individual with the help of management accounting devices na parayunnathu. Okay, then next one is it help in coordination. കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, കോർഡിനേറ്റിംഗ് ദ ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ടൂൾസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ കോർഡിനേഷൻ ഇസ് ഡൺ ത്രൂ ഫങ്ഷണൽ ബഡ്ജറ്റിംഗ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ആക്ട് ആസ് എ കോർഡിനേറ്റർ and reconciles the activities of different sections. Then next one is to motivate people, employees. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് മീൻസ് ഇൻഡിവിജ്വൽ നീഡ്, ഡിസയേഴ്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ദാറ്റ് കോസ് ഹിം ഓർ ഹെർ ടു ആക്ട് ഇൻ എ പെർട്ടിക്കുലർ മാനർ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഓഫ് ഡൂയിങ് ദ തിങ്സ്. Okay, so the targets are laid down for the employees and they feel motivated in achieving their targets, and further incentives may be given for improving their performance. അപ്പോൾ അവരെങ്ങനെ കൂടുതൽ അച്ചീവ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സെലക്ഷൻ ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം among alternatives. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് അക്കൗണ്ടിങ് ഡാറ്റ ടു സോൾവ് വേരിയസ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഹാസ് ടു ടേക്ക് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അപ്പോൾ എ ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ഹാവ് ടു ബി ടേക്കൺ അബൌട്ട് ദ എക്സ്പാൻഷൻ ആവാം, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആവാം, അങ്ങനെ പലതിനെ കുറിച്ചിട്ടാവാം. അപ്പോൾ ദെയർ മേ ബി എ ക്വസ്റ്റ്യൻ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ലേബർ വിത്ത് മെഷീൻ ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ ഡിവൈസസ് എക്സെട്ര. ഇങ്ങനെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ടാവാം ഡിസിഷൻ എടുക്കേണ്ടത്. അതായത് മാൻ മെയ്ഡ് വേണോ, അല്ലെങ്കിൽ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഹി പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദ ഫീസിബിലിറ്റി ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഈ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് എന്നൊരു സാധനം ചൂസ് ചെയ്യലാണല്ലോ. അപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും ഫീസിബിലിറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യും ആൻഡ് മേക്സ് എൻ അസസ്മെൻറ്റ് ഓഫ് ദിയർ ഫിനാൻഷ്യൽ implications. The information provided by this management accountant helps management in selecting a suitable alternative and taking correct decisions. Okay. Then another objective of management accounting is to communicate up
ടു ഡേറ്റ് ഇൻഫർമേഷൻ. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്? മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അനദർ ഒബ്ജക്റ്റീവ്. ദെൻ ടു ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്? ഹെൽപ്ഫുൾ ഇൻ ഓർഗനൈസിങ്. അതായത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് among different individuals in the concern. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി എക്സെട്ര. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് കണക്റ്റഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ്, പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ, അതേപോലെ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എക്സെട്ര. സോ ഓൾ ദീസ് ആസ്പെക്ട്സ് ആർ ഹെൽപ്ഫുൾ ഇൻ സെറ്റിംഗ് അപ്പ് ആൻ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷണൽ ഫ്രെയിം വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അലോക്കേറ്റിംഗ് ആൻഡ് അറേഞ്ചിങ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് സോ ദാറ്റ് പ്ലാൻസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് സക്സസ്ഫുള്ളി. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ടു ഹെൽപ്ഫുൾ ഇൻ പോളിസി ഫോർമുലേഷൻ നമ്മൾ പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ ടു റിപ്പോർട്ട്, അതായത് റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ്. സോ വൺ ഓഫ് ദ എന്താ പറയുക പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ടു കീപ് ദ മാനേജ്മെൻറ്റ് ഫുള്ളി ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് പൊസിഷൻ ഓഫ് ദി കൺസേൺ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, കൺസേൺഡ് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ മാനേജ്മെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് പ്രോപ്പർ ആൻഡ് ടൈംലി ഡിസിഷൻസ്. സോ ദ മാനേജ്മെൻറ്റ് ഇസ് കെപ്റ്റ് ഇൻഫോംഡ് through regular financial and other reports. The performance of various departments is also regularly communicated to the management. Okay, so these are the objectives of management accounting. അപ്പോൾ നിങ്ങൾ ഇന്ന് സ്കോപ്പും ഒബ്ജക്റ്റീവ്സും മാത്രം നോക്കി വെക്കുക. ഇതൊക്കെ തിയറി ആയിട്ട് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നും വിടരുത്, നോക്കി വെക്കുക. താങ്ക് യു.